നമസ്കാരം. നടിയെ ആക്രമിച്ച കേസിലെ വിധി വന്നതിനു ശേഷം ഇന്നലെ പലരുടെയും പ്രതികരണങ്ങൾ കണ്ടു. ഭാഗ്യലക്ഷ്മിയും ലിബർട്ടി ബഷീറും, മുൻ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ MA ആസിഫ് അലിയും, മുൻ IG സന്ധ്യയും, പാർവതി തെരുവോത്തും അടക്കമുള്ളവരുടെ പ്രതികരണങ്ങൾ കണ്ടു. ആസിഫ് അലിയൊക്കെ പൊട്ടിത്തെറിക്കുകയാണ് ചെയ്തത്. എന്താണ് ദിലീപിനെതിരെയുള്ള തെളിവ്? പൾസർ സുനി എന്ന ക്രിമിനലും അതിനുശേഷം ബാലചന്ദ്രകുമാർ എന്ന വ്യക്തിയുടെ യാതൊരു യുക്തിയുമില്ലാത്ത വെളിപ്പെടുത്തലുമാണ് ദിലീപിനെ പ്രതി ചേർക്കാൻ കാരണം. അതിജീവിത കോടതിയിൽ കൊടുത്ത മൊഴിയും മറ്റു വിശദാംശങ്ങളും പുറത്തു വരാനിരിക്കുന്നതേയുള്ളൂ. ഇതൊരു കൊട്ടേഷനാണല്ലോ, ദിലീപ് അല്ല എന്ന് തെളിഞ്ഞു. അങ്ങനെയെങ്കിൽ ആരാണ് കൊട്ടേഷൻ പൾസർ സുനിക്ക് കൊടുത്തത്? അങ്ങനെ ഒരാളോ ഒന്നിലധികം പേരോ ഉണ്ടാകുമല്ലോ. അതാരായിരിക്കും? അതല്ലേ കണ്ടെത്തേണ്ടത്. ദിലീപിനോട് അടങ്ങാത്ത ശത്രുതയുള്ള ഒരാളായിരിക്കണം ഇത് ചെയ്തത്. അങ്ങനെയെങ്കിൽ ആ ആൾ ആരായിരിക്കും? വിധി കേട്ടതിനു ശേഷം ഇന്നലെ പുറത്തു വന്ന ദിലീപ് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത്, ഈ സംഭവത്തിൽ ക്രിമിനൽ ഗൂഢാലോചനയുണ്ടെന്ന് മഞ്ജു വാര്യർ പറഞ്ഞതിനു ശേഷമാണ് താൻ പ്രതിയായത് എന്നാണ്. അതായത് മഞ്ജു വാര്യർക്ക് തന്നോട് പകയുണ്ട് എന്നുള്ളതല്ലേ അതിനർത്ഥം? ഇനി നടിയെ ആക്രമിച്ചു ദൃശ്യങ്ങൾ പകർത്തിയ മെമ്മറി കാർഡ് പോലീസിന്റെ പിടിയിലാകുന്നതിന് മുൻപ് മാഡത്തിന് കൈമാറിയെന്നാണ് പൾസർ സുനി പറഞ്ഞത്. ഈ മാഡം കാവ്യമാധവനാണെന്ന് പറഞ്ഞ് പോലീസ് അവരുടെ സ്ഥാപനമായ ലക്ഷ്യയിൽ റെയ്ഡ് നടത്തി. എന്നാൽ മെമ്മറി കാർഡ് കണ്ടെടുത്തില്ല. ആ മാഡം മറ്റാരെങ്കിലും ആയിക്കൂടെ? അതേക്കുറിച്ച് എന്തുകൊണ്ടാണ് കൂടുതൽ അന്വേഷണം ഉണ്ടാകാത്തത്? സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരു കുടുംബമാണ് പൾസർ സുനിയുടേത്. സുപ്രീം കോടതിയിൽ ഒരു ഹർജിയുമായി പോകുന്നതിൻ്റെ ചെലവിനെക്കുറിച്ച് നമുക്കറിയാം, ലക്ഷങ്ങൾ ചിലവുള്ളതാണ്. എന്നാൽ പൾസർ സുനി പലതവണ ജാമ്യാപേക്ഷയുമായി സുപ്രീം കോടതിയിലെത്തി. തുടർച്ചയായി ജാമ്യാപേക്ഷ സമർപ്പിച്ചതിന് ഹൈക്കോടതി ഒരിക്കൽ പൾസർ സുനിക്ക് 25,000 രൂപ പിഴയും ഇട്ടു. തുടർച്ചയായി ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ജാമ്യാപേക്ഷയുമായി പോകാനുള്ള പൾസർ സുനിയുടെ സാമ്പത്തിക സ്രോതസ് എന്താണ്? അതേക്കുറിച്ച് ഏതെങ്കിലും മാധ്യമങ്ങൾ ചർച്ച ചെയ്തോ? ഇല്ലല്ലോ. പൾസർ സുനി ജാമ്യം നേടി പുറത്തിറങ്ങിയതിനു ശേഷം അയാളെ ജയിലിൽ നിന്ന് കൊണ്ടുപോകാനെത്തിയത് ആഘോഷമായിട്ടാണ്. മറ്റു കേസുകളിൽ പെടരുത് എന്നുള്ളതായിരുന്നു സുനിയുടെ ഒരു ജാമ്യ വ്യവസ്ഥ. എന്നാൽ ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിൽ എറണാകുളം രായമംഗലത്തെ ഹോട്ടലിൽ സുനി അക്രമം നടത്തി. ഓർഡർ ചെയ്ത ഭക്ഷണം വൈകിയെന്നാരോപിച്ച് ഗ്ലാസ് എറിഞ്ഞുടയ്ക്കുകയും ജീവനക്കാരെ അസഭ്യം പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. പോലീസ് സുനിയെ കസ്റ്റഡിയിലെടുത്തെങ്കിലും സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുകയാണ് ചെയ്തത്. സുനിയുടെ ജാമ്യം റദ്ദാക്കാനുള്ള നടപടികൾ തുടങ്ങി എന്നൊക്കെ പറഞ്ഞെങ്കിലും പിന്നീടൊന്നും ഉണ്ടായില്ല. സുനി ഇന്നലെ വരെ പുറത്തു തന്നെ ഉണ്ടായിരുന്നു. ഇന്നലെ കോടതിയിലേക്ക് സുനി എത്തിയത് തന്നെ ഒരു ആഡംബര കാറിലാണ്. സുനി ജാമ്യത്തിലിറങ്ങുന്നതിന് മുമ്പ് തന്നെ ജയിലിൽ നിന്ന് ഒരിക്കൽ കോടതിയിലെത്തിയത് 4,000 രൂപ വിലയുള്ള ഷർട്ടും 7,000 രൂപ വിലയുള്ള ചെരുപ്പുമൊക്കെ ധരിച്ചായിരുന്നു. ഇക്കാര്യം സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. ആരാണ് ജയിലിൽ കഴിഞ്ഞിരുന്ന പൾസർ സുനിക്ക് ഈ വില കൂടിയ ഡ്രസ്സുകളും ചെരുപ്പുമൊക്കെ വാങ്ങിക്കൊടുത്തത്? അതേക്കുറിച്ചും അന്വേഷണം ഉണ്ടായില്ല. അക്കാര്യം അന്വേഷിച്ചാൽ തന്നെ സുനിയെ സഹായിക്കുന്നതിന് പിന്നിൽ ആരാണെന്നുള്ളത് അറിയാമായിരുന്നല്ലോ. ജാമ്യാപേക്ഷയുമായി പലതവണ സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും എത്താനും ആഡംബര വാഹനത്തിൽ കറങ്ങി നടക്കാനും 1000 വിലയുള്ള ഡ്രസ്സുകൾ വാങ്ങാനും ഒക്കെ ആരെങ്കിലും സുനിയെ സഹായിക്കാതെ പറ്റില്ലല്ലോ. അതാരാണ്? അതേക്കുറിച്ചും ആരും ചർച്ച ചെയ്തില്ല. ദൃശ്യങ്ങൾ പകർത്തിയ മെമ്മറി കാർഡ് മാഡത്തിന് കൈമാറി എന്ന് പറഞ്ഞ് ആ മാഡമായി കാവ്യമാധവനെ ചിത്രീകരിക്കാനായിരുന്നു എല്ലാവരും ശ്രമിച്ചത്. പിന്നീടത് കാവ്യമാധവൻ്റെ അമ്മയാണെന്ന് പറഞ്ഞു. പക്ഷേ യഥാർത്ഥ മാഡം ഇന്നും കാണാമറയത്താണ്. അതേക്കുറിച്ച് ആർക്കും ചർച്ച ചെയ്യേണ്ട. ദിലീപിന് കാവ്യമാധവനുമായി ബന്ധമുണ്ടെന്നുള്ള കാര്യം ഭാര്യയായ മഞ്ജു വാര്യരെ അറിയിച്ചതിലുള്ള പക കൊണ്ടാണ് ഈ കൊട്ടേഷൻ കൊടുത്തതെന്നാണ് പറയപ്പെടുന്നത്. സാധാരണക്കാരുടെ കാര്യത്തിലാണെങ്കിൽ പോലും ഒരു പുരുഷനോ സ്ത്രീയോ എവിടെ നിന്നെങ്കിലും സംസാരിച്ചാൽ കൂടി അത് നാട് മൊത്തം അറിയുന്നൊരു കാലമാണിത്. അങ്ങനെയുള്ളപ്പോൾ മലയാളത്തിൽ സൂപ്പർ സ്റ്റാറായി നിന്ന ദിലീപും നടിയായ കാവ്യമാധവനുമായുള്ള ബന്ധം ഈ ആക്രമിക്കപ്പെട്ട നടി പറഞ്ഞിട്ട് വേണോ മഞ്ജു വാര്യർ അറിയാൻ? അതിൽ തന്നെയുണ്ടൊരു പൊരുത്തക്കേട്. ഇനി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഇതുപോലൊരു ക്രൂരകൃത്യം ചെയ്യാൻ ആരെങ്കിലും കൊട്ടേഷൻ കൊടുക്കുമോ? അതും ഈ പൾസർ സുനിയെ പോലെയുള്ള ഒരു മൂന്നാംകിട ഗുണ്ടയ്ക്ക്. അതുപോലും ചിന്തിക്കാനുള്ള മനസ്സ് ഒരാൾക്ക് പോലുമില്ല. ഒരാളെ ആക്രമിക്കാൻ കിട്ടിയ അവസരം നന്നായി അങ്ങ് ഉപയോഗിക്കുകയാണ്. അതിജീവിതയ്ക്കെന്ന പേരിൽ ചാനൽ ചർച്ചയിൽ വന്നിരിക്കുന്നവരും സോഷ്യൽ മീഡിയയിൽ കിടന്ന് മെഴുകുന്നവരും അവരവരുടെ വായിൽ തോന്നുന്ന അഭിപ്രായങ്ങൾ തട്ടിവിടുകയാണ് ഒരു ഉളുപ്പുമില്ലാതെ. കുറ്റകൃത്യം ചെയ്തവനെക്കുറിച്ച് ആർക്കും സംസാരിക്കേണ്ട. എന്നാൽ ആ കുറ്റവാളി ആരോപിക്കുന്നയാളിനെയാണ് ആക്രമിക്കുന്നത്. എല്ലാവരും അതിബുദ്ധിമാന്മാരൊന്നുമല്ല. പക്ഷേ ഉള്ള ബുദ്ധി വെച്ച് ചിന്തിച്ച് നോക്കിയാൽ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും എന്താണ് യാഥാർത്ഥ്യമെന്ന്. വനിതാ ജഡ്ജിയെ വേണമെന്നാവശ്യപ്പെട്ടതും പിന്നീട് അവരെ വേണ്ടെന്ന് പറഞ്ഞതും കേസിൻ്റെ പല ഘട്ടങ്ങളിലും വിചാരണ വൈകിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയതും ആരൊക്കെയാണെന്ന് എല്ലാവർക്കും അറിയാം. ഇതൊരു ഗൂഢാലോചനയാണെങ്കിൽ ആ ഗൂഢാലോചനയിൽ ദിലീപിന് പങ്കില്ലെന്ന് കോടതിയിൽ തെളിഞ്ഞ സ്ഥിതിക്ക് യഥാർത്ഥത്തിൽ ഗൂഢാലോചന നടത്തിയത് ആരാണെന്ന് കണ്ടെത്തണം. ആ മേഡം ആരാണെന്ന് കണ്ടെത്തണം. അതാണ് വേണ്ടത്. അതിജീവിത ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. അവർ അപ്പീലുമായി പോകുമോ എന്നും അറിയില്ല. വിധിയുടെ വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടുമില്ല. എന്തായാലും ദിലീപിൻ്റെ കാര്യത്തിൽ കോടതി വിധി വന്നു കഴിഞ്ഞു. ഇനി അതിലങ്ങ് ആശ്വസിക്കുക മാത്രമേ ഇരവാദികൾക്ക് വഴിയുള്ളൂ.